ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അപ്പുറത്തുണ്ടല്ലോ അല്ലേ? ടൺ ടൺ ടൺ. എല്ലാവരും കുറച്ചധികം പഠിച്ച് ക്ഷീണിച്ച ഒരു ഇതുണ്ടല്ലോ. പഠനം കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? ഒരു പ്രശ്നമില്ല, കുറച്ചുകൂടി അങ്ങ് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, പഠനം കൂടിയിട്ട് അങ്ങനെ ആർക്കും JRF കിട്ടാന്നിട്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത പ്രാവശ്യം ഉറപ്പാ സിലബസ് മാറേ. ശരിക്കും സിലബസ് മാറുമ്പോൾ ആകെ ക്വസ്റ്റ്യൻ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആവേ. ഇപ്രാവശ്യം പഠിച്ച് JRF വേണ്ടിയിട്ട് ഇപ്രാവശ്യം കൊണ്ട് തീരുമാനാക്കൂലേ? യാ, സോ വിൽ സ്റ്റാർട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ്ങിലെ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ആണ്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിലെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറച്ച് അടുത്തൊരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ കൂടി. ഓക്കെ, ബാക്കിയുള്ള കുറച്ച് സെറ്റ് ഓഫ് ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. ദെൻ വി ഹാവ് ഞാൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാറ്റഗറൈസ് ക്വസ്റ്റ്യൻസ് പെട്ടെന്നൊന്ന് പ്രൊവൈഡ് ചെയ്യാം. ലോജിക്കൽ റീസണിങ് അല്പം ഒരു വീക്ക് നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് 2-3 സെഷൻ കൂടി ഉണ്ടാവും. കാരണം ഇനി നമുക്ക് ഫാലസീസ് എന്ന് ഞാൻ തുടങ്ങുന്നതാണ് മനസ്സിലാക്കുന്നത്. ഫാലസീസ്, പിന്നെ നമുക്ക് ഇന്ത്യൻ ലോജിക് ഉണ്ട്, പിന്നെ കുറച്ച് മൂഡ് ആൻഡ് ഫിഗർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം ഏതായാലും കഴിയും. ഓക്കെ, 3-4 സെഷനുകൾ. അപ്പോൾ ഞാൻ നാളെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ടാബിൾസ് ഞാനൊന്ന് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഒരു ഡിസംബർ 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളത് ചെയ്ത് തുടങ്ങാം. ഇപ്രാവശ്യത്തെ 16 ഷിഫ്റ്റ് ഓഫ് ക്വസ്റ്റ്യനും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഓക്കെ നമ്മൾ കരുതുന്നത്. നമ്മളത് ചെയ്തിരിക്കും. അപ്പം ഒന്നുകൂടി ഒന്ന് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. സോ വി ആർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. ലോജിക്കൽ റീസണിങ്ങിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസംബർ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ വാട്ട് വി കൻ സേ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഓക്കെ, ഇന്നലെ ആദ്യം ഡിസ്കസ് ചെയ്തത് EIO ആസ്പെക്റ്റിലാണ്. ഓക്കെ, സംഭവങ്ങളിൽ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നലത്തെ ഒന്ന് ക്ലിയർ ആയി എന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? സെറ്റ് ഏഞ്ചൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടോ. ഓക്കെ, ഞാൻ വീഡിയോയിലുള്ളവരാണല്ലോ കാണാം. അപ്പം അതാ ഇത് ട്രൂ, ഇത് ഫാൾസ്. അൺഡിറ്റർമൈൻ എന്താ നമ്മളൊരു സിമ്പിൾ ഉണ്ടാക്കുക? ട്രൂ, ഫാൾസ്. അൺഡിറ്റർമൈൻഡ് സിമ്പിൾ അറിയൂ. അൺഡിറ്റർമൈൻ അല്ലേ? അൺഡിറ്റർമൈൻഡ് അതാണ്. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ട്രൂ, ഫാൾസ്, അൺഡിറ്റർമൈൻഡ് ഏതാണെന്നുള്ളത് പറയാം. വീഡിയോയിൽ ഇല്ലാത്തൊരു ചാറ്റ് ബോക്സിൽ പറയാം. ചാറ്റ് ബോക്സ് ഞാൻ നോക്കാം എന്നില്ല. ഐ മീൻ യു ക്യാൻ ഗീവ് ആൻസർ. അപ്പോൾ ചോദിക്കാം കേട്ടോ. റെഡി? ഒരു 10 ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം. ചോദ്യം നമ്പർ 1, ഈ ഫാൾസ് ആണെങ്കിൽ എ എന്താണ്? ഈ ഫാൾസ് ആണെങ്കിൽ എ എന്താണ്? എന്താണ്? ഓക്കെ, ഈ ഫാൾസ് ആണെങ്കിൽ അല്ലേ എ എന്താണ്? ഈ ഫാൾസ് ആണെങ്കിൽ എ ഈസ് അൺഡിറ്റർമൈൻഡ്. ഓക്കെ, അൺഡിറ്റർമൈൻഡ്.
ഇനി ഐ ട്രൂ ആണെങ്കിൽ എ എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ, ഉണ്ട് എന്നാണോ അൺഡിറ്റർമൈൻഡ് ആണോ? ആ, ഉണ്ട് അല്ലേ? ആർക്കോ സൗണ്ട് കേൾക്കുന്നില്ല. നിങ്ങൾ ഒന്നുകൂടി സൗണ്ട് കൂട്ടിയാൽ മതി. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഓക്കെ, യാ, സോ ഐ ട്രൂ ആണെങ്കിൽ എ ഈസ് അൺഡിറ്റർമൈൻഡ് അല്ലേ? അൺഡിറ്റർമൈൻഡ്. ഓക്കെ, അടുത്തത് ഓ ഫാൾസ് ആണെങ്കിൽ ഐ എന്താണ്? ഓ ആലോചിച്ചിട്ട് പറയണേ. ഓ ഫാൾസ് ആണെങ്കിൽ ഐ എന്താണ്? ഓ ഫാൾസ് ആണെങ്കിൽ വി ഹാവ് ഐ എസ് അല്ലേ? ഐ എസ് കാരണം ബോത്ത് കനോട്ട് ബി ഫാൾസ് ടുഗദർ എന്നുള്ളൊരു ആസ്പെക്റ്റും ഉണ്ട്. അതാണുള്ളത്. ഇനി ഓ ട്രൂ ആണെങ്കിൽ ഈ എന്താണ്? ഈ എണ്ണങ്ങൾ ഒരു 10 ആകുമ്പോൾ ഒന്ന് പറയണേ. ഓക്കെ, ഓ ട്രൂ ആണെങ്കിൽ ഈ എന്താണ്? ഓ ട്രൂ ആണെങ്കിൽ ഈ അല്ലേ? ഈ അൺഡിറ്റർമൈൻഡ് ആണ്. ഇനി ഈ ട്രൂ ആണെങ്കിൽ ഓ എന്താണ്? ഈ ട്രൂ ആണെങ്കിൽ ഓ എന്താണ്? ഈ ട്രൂ ആണെങ്കിൽ ഓ ഈസ് ഈ ട്രൂ ആണെങ്കിൽ എന്താ വരിക? ഈ ട്രൂ ആണ്. ഓ വിൽ ബി ട്രൂ. ഓക്കെ, ഓ വിൽ ബി ട്രൂ. ഓ വിൽ ബി ട്രൂ. ഇനി എ ഫാൾസ് ആണെങ്കിൽ ഓ എന്താണ്? എ ഫാൾസ് ആണെങ്കിൽ ഓ എന്താണ്? എ ഫാൾസ് ആണെങ്കിൽ ഓ എന്താണ്? എ ഫാൾസ് ആണെങ്കിലോ നതാ ഓക്കെ, എയും ഓയും തമ്മിൽ കോൺട്രഡിക്ടറി റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇനി എ ഫാൾസ് ആണെങ്കിൽ ഐ എന്താണ്? എ ഫാൾസ് ആണെങ്കിൽ ഐ എന്താണ്? നാസിലി എന്താണ്? എ ഫാൾസ് ആണെങ്കിൽ ഐ അല്ലേ? എ ഫാൾസ് ആണെങ്കിൽ ഐ ഈസ് അൺഡിറ്റർമൈൻഡ്. ഓക്കെ, ഐ ഈസ് അൺഡിറ്റർമൈൻഡ്. ഓക്കെ, ഇനി ഐ ട്രൂ ആണെങ്കിൽ ഓ എന്താണ്? ഐ ട്രൂ ആണെങ്കിൽ ഓ എന്താണ്? ഐ ട്രൂ ആണെങ്കിൽ ഓ ഈസ് അഞ്ജലി. ഐ ട്രൂ ആണെങ്കിൽ ഓ ഈസ് ഓക്കെ, കാവ്യ. ഐ ട്രൂ ആണെങ്കിൽ ഓ ഈസ് അല്ലേ? എന്താണ്? ഓക്കെ, അതാണ് എന്നുള്ളതാണ് വരാം. ഇനി ഓ ട്രൂ ആണെങ്കിൽ എ എന്താണ്? ഓ ട്രൂ ആണെങ്കിൽ എ എന്താണ്? ഓ ട്രൂ ആണെങ്കിൽ എ ഫാൾസ് അല്ലേ? പക്ഷെ ഓ ട്രൂ ആണെങ്കിൽ ഈ എന്താണ്? 10 ഓ ട്രൂ ആണെങ്കിൽ ഈ എന്താണ്? ഓ ട്രൂ ആണെങ്കിൽ ഈസ് അല്ലേ? ആണ്. ഓക്കെ, ഇപ്പൊ 10 10 ആണോ? എന്താണ്? 10 യെസ്, 10 ആ. നിങ്ങളെ മാർക്ക് എത്രയാണ് പറയും? മാർക്ക് എത്രയാണ് പറയും? വീഡിയോയിലുള്ളവർ അപ്പോഴാണ് എനിക്കൊന്നും അറിയാം. ബാക്കിയുള്ള ചാറ്റ് ബോക്സിലൊന്നും ഇടുക. യെസ്, 7 ഗുഡ്. യെസ്, ബാക്കിയുള്ളവർ ഇന്നത്തെ കാവ്യ, തസ്ലിമ, അഞ്ജിത. ഓക്കെ, സി യെസ് 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 ഓക്കെ, ഗുഡ്. ഓക്കെ, അങ്ങനെയാണുള്ളത്. യാ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും 2-3 തെറ്റിയിട്ടുണ്ട്. തെറ്റിയത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. അത് ഒന്ന് ജസ്റ്റ് നോക്കുക എന്നുള്ളതാണ്.
പിന്നെ പേടിക്കേണ്ട, നമ്മൾ ഇനി മൾട്ടിപ്പിൾ ടൈം നമ്മളത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു സാധനമാണ് ഓവറോൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കോൺട്രറി സബ് കോൺട്രറി ആസ്പെക്റ്റിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം ഡിസ്കസ് ചെയ്തു. 10 നമ്മളെത്തി. 11. ദിസ് ഈസ് എ ഡ്രോപ്പ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്താ, അതായത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ അടുത്തൊരു അഡ്വാൻസ് ലെവൽ എവിടെ എത്തറിയോ? അടുത്തൊരു അഡ്വാൻസ് ലെവൽ എപ്പോഴാണ് എത്തുകയെന്ന് വെച്ചാൽ, ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സാധാരണ നിങ്ങൾ ഒഴിവാക്കല്ലേ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണല്ലോ വിവരത്തിന്റെ ഉത്തുംഗത എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നോ കറക്റ്റ് ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യത്തിന് നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തത് പറയൂ. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തത്, അതാണ് ചോദ്യം. Why this question was dropped? പക്ഷെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം ശരി ഉത്തരം കണ്ടെത്തും. Why this question was dropped? പറയൂ കുട്ടികളെ, എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തു? ഞാൻ തൽക്കാലം ഒന്ന് ഹോസ്റ്റ് ഓൺലി ആക്കിയിട്ടുണ്ട്. ഹോസ്റ്റ് ഓൺലി ആക്കാം. ഓപ്ഷൻ ഇല്ല. ഏതാണല്ലേ ഓപ്ഷൻ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ ശരി ഉത്തരം പറയും, ശരി ഓപ്ഷൻ പറയും. കറക്റ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ പറയാൻ പറ്റണല്ലോ. എന്താണത് കറക്റ്റ് ഓപ്ഷൻ? നമുക്കറിയാം, എ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് പ്രെഡിക്കേറ്റ് ടൈം അല്ല, എ പ്രപ്പോസിഷൻ അൺഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് പ്രെഡിക്കേറ്റ് ടൈം ബട്ട് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് സബ്ജക്ട് ടൈം. അപ്പൊ ഒന്ന് തെറ്റാണ് അല്ലെ? ഒന്ന് തെറ്റല്ലേ? ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ്സ് തെറ്റാണ്. ദെൻ ഈ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ടൈം ശരിയാണ്. ഐ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ഓൺലി ദ സബ്ജക്ട് ടൈം ഇല്ല, ഐ പ്രപ്പോസിഷൻ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ഓൺലി ദ പ്രെഡിക്കേറ്റ് ടൈം, ഓ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ഓൺലി ദ പ്രെഡിക്കേറ്റ് ടൈം ശരിയാണ്. എ പ്രപ്പോസിഷൻ ഡിസ്ട്രിബ്യൂട്ട് ബോത്ത് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് തെറ്റാണ്, പ്രെഡിക്കേറ്റ് ഇല്ല. സോ വി ഹാവ് ബി ആൻഡ് ഡി എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, വി ഡോണ്ട് ഹാവ് ഓപ്ഷൻ ബി ആൻഡ് ഡി ഹിയർ. ഓക്കെ, വി ഡോണ്ട് ഹാവ് ഓപ്ഷൻ ബി ആൻഡ് ഡി ഹിയർ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യനും പഠിച്ചിരിക്കുന്നു കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലെ ക്വസ്റ്റ്യൻസ് കഴിയാൻ പോണ ഒറ്റ ക്വസ്റ്റ്യൻ കൂടിയാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആളുകളോട് ചോദിച്ചിരുന്ന, ഒരുപാട് ആളുകൾ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള കോൺസെപ്റ്റുകളിലൊന്നായിരുന്നു. ഓക്കെ, ബേസിക്കലി വാട്ട് വിൽ ബി ഹാവിങ് ഈസ് ദാറ്റ് ലോജിക്കൽ ഇക്വാലൻസി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോജിക്കൽ ഇക്വാലൻസി ചോദിച്ചിട്ടില്ല എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോജിക്കൽ ഇക്വാലൻസി കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ലോജിക്കൽ ഇക്വാലൻസി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ഇറ്റ് സീംസ് ടു ബി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ദെൻ ഡ്രോപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മാർക്ക് കിട്ടുമോ? പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഈ ആൻസർ കീ തെറ്റാണെന്നതിൽ എല്ലാവർക്കും മാർക്ക് കിട്ടുമോ? ഡ്രോപ്പ്ഡ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്താൽ മാർക്ക് കിട്ടുമോ? ഓക്കെ, ഇതിനൊക്കെ മാർക്ക് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, ഡ്രോപ്പ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മാർക്ക് കിട്ടൂലേ? ഈ എല്ലാവർക്കും മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാർക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് കൂട്ടുമ്പോൾ ഒരു കൂട്ടിയ സുഖം ഉണ്ടാവുന്നല്ലാതെ ഇറ്റ് ഡസൻ ക്രിയേറ്റ് എനി ഇമ്പാക്ട് ഓൺ ദ റിസൾട്ട്. എല്ലാവർക്കും ഒരു 10 മാർക്ക് വെറുതെ എന്നാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് കൂട്ടുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. സോ ഇറ്റ് ഡസൻ മാറ്റർ വെദർ ദ ഡ്രോപ്പ് ക്വസ്റ്റ്യൻ കൗണ്ട്സ് ഓർ നോട്ട് കൗണ്ട്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ലോജിക്കൽ ഇക്വാലൻസിയുടെ ചെറിയൊരു ബേസിക്സ് ആണ് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ 0.5-ലാണ് ക്ലാസ് പോകുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ബേസ് സാധനം തരാം.
Good night. Yeah, and we have. ലോജിക്കൽ ഇക്വാലൻസി എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഇക്വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ലോജിക്കൽ ഇക്വാലൻസി എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ലോജിക്കലി ഇക്വാലന്റ് ആണോ എന്നുള്ളതാണ്. അതായത് ലോജിക്കലി ആലോചിക്കുമ്പോൾ അത് രണ്ടും തുല്യമാണോ എന്നുള്ളതാണ് ലോജിക്കൽ ഇക്വാലന്റ് അല്ലെങ്കിൽ ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ മീനിങ് വെച്ചിട്ടായിരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും, സം കാറ്റ്സ് ആർ ആനിമൽസ്, സം ആനിമൽസ് ആർ കാറ്റ്സ്. ഇത് രണ്ടും ലോജിക്കൽ ഇക്വലന്റ് ആണ്. കുറച്ച് പൂച്ചകൾ മൃഗങ്ങളാണ്, കുറച്ച് മൃഗങ്ങൾ പൂച്ചകളാണെന്ന് പറയുമ്പോൾ ലോജിക്കൽ ഇക്വലന്റ് ആണ്. മുമ്പ് ഇത് അർത്ഥം ആലോചിച്ചിട്ടായിരുന്നു നമ്മളൊക്കെ ചെയ്തിരുന്നത്, പക്ഷെ ഇപ്പോൾ നമ്മൾ അതിന്റെ തിയറി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ലോജിക്കൽ ഇക്വാലൻസി പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റുകൾ. സോ ബേസിക്കലി സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിലിപ്പോൾ ഓളോ നോയോ നണ്ണൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. അത് ഇക്വാലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ആസ്പെക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ഇക്വാലൻസി നമ്മൾ കാണാം. കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ എന്ന് പറയുന്ന 3 സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലെ ലോജിക്കൽ ഇക്വാലൻസി കണ്ടെത്താൻ പറ്റുക. അപ്പം ഈ കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ഈ കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോജിക്കൽ ഇക്വാലൻസിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് നോർമലി ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മൾ ലോജിക്കൽ ഇക്വാലൻസിക്ക് വേണ്ടിയിട്ട് കൂടി യൂസ് ചെയ്യും. അതങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ കൺവേർഷൻ അല്ലെങ്കിൽ കോൺട്രാപൊസിഷനിൽ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അത് ലോജിക്കൽ ഇക്വാലൻസി 2 നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. സോ കമ്മിങ് ടു ദ ആസ്പെക്ട്. അപ്പോൾ ആദ്യത്തെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റുന്ന ഒരു ആസ്പെക്റ്റുകളെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റിനെയും മാറ്റും. അതിനനുസരിച്ച് കാറ്റഗോറിക്കൽ പ്രൊപ്പോസലിലും ഒരു ചെറിയ വ്യത്യാസം വരും. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും, അതിനനുസരിച്ച് കാറ്റഗോറിക്കൽ പ്രൊപ്പോസലിലും ചെറിയൊരു ഡിഫറൻസ് വരും. ഉദാഹരണമായിട്ട് ഓളിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ സം ആണ് വരിക, പക്ഷെ അവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറും. അതായത് ഓൾ എസ് ഈസ് പി എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്താൽ സം പി ഈസ് എസ് എന്നുള്ളതാണ് വരിക. ഓൾ കാറ്റ്സ് ആർ അനിമൽസ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം അനിമൽസ് ആർ കാറ്റ്സ് എന്നാണ് കൺവേർഷൻ ആസ്പെക്റ്റിലേക്ക് വരിക. ഇനി നോ കാറ്റ് ഈസ് റാറ്റ് എന്ന് കൺവേർട്ട് ചെയ്താൽ നോ റാറ്റ് ഈസ് കാറ്റ് ആണ്. ഉണ്ടോ? നോ എസ് ഈസ് പി എന്ന് പറഞ്ഞാൽ നോ പി ഈസ് എസ് ആണ്. ഇനി സം എസ് ഈസ് പി എന്ന് പറഞ്ഞാൽ സം പി ഈസ് എസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സം കാറ്റ്സ് ആർ അനിമൽസ് ആണെങ്കിൽ സം അനിമൽസ് ആർ കാറ്റ്സ് ആണ്. ഓക്ക് കൺവേർഷൻ ഇല്ല. ഓക്ക് കൺവേർഷൻ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഓരോരോ തവണയും പുതിയ ഇൻസൈറ്റ് കിട്ടുമ്പോൾ, പുതിയ ക്വസ്റ്റ്യൻ രീതികളിൽ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറയാത്തൊരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ബേസിക്കലി ഇങ്ങനെയാണെങ്കിലും നമ്മൾ ലോജിക്കൽ ഇക്വാലൻസിയിൽ, കൺവേർഷനിൽ നമ്മൾ ഈ 2 നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുക. ഇയും ഐയുമാണ്. ശരിക്കും കൺവേർഷൻ 3 ഉണ്ടെങ്കിൽ പോലും ലോജിക്കൽ ഇക്വാലൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, ലോജിക്കൽ ഇക്വാലൻസിക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇയും ഐയുമാണ് നമ്മൾ ലോജിക്കൽ ഇക്വാലന്റ് ആയിട്ട് എടുക്കുക. ഇനി എന്തുകൊണ്ടാണ് ആളിന്റെ അവിടെ സമ്മ് വന്നത് എന്ന് ചോദിച്ചാൽ, ബേസിക്കലി മനസ്സിലായി, നമുക്ക് ഓൾ മലയാളീസ് ആർ ഇന്ത്യൻസ് ആണല്ലോ. അങ്ങനെ തന്നെയാണ് അല്ലേ? ഓൾ മലയാളീസ് ആർ ഇന്ത്യൻസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്തിട്ട് ഓൾ ഇന്ത്യൻസ് ആർ മലയാളീസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓൾ മലയാളീസ് ആർ ഇന്ത്യൻസ് കൺവേർട്ട് ചെയ്തിട്ട് ഓൾ ഇന്ത്യൻസ് ആർ മലയാളീസ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുക സം ഇന്ത്യൻസ് ആർ മലയാളീസ് എന്ന് പറയാൻ പറ്റും. നമുക്ക് സം ഇന്ത്യൻസ് ആർ മലയാളീസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് നോ മലയാളീസ് ആർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നോ ഇന്ത്യൻസ് ആർ മലയാളീസ് എന്ന് പറയാൻ പറ്റും.
സം ഇന്ത്യൻസ് ആർ മലയാളീസ് എന്ന് പറഞ്ഞാൽ സം മലയാളീസ് ആർ ഇന്ത്യൻസ് പറയാൻ പറ്റും. ബാക്കിയൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഓളിന്റെ കേസിൽ നമുക്ക് നേരെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും. ഓള് മാറ്റുമ്പോൾ സമ്മാണ് വരിക, നോ മാറ്റുമ്പോൾ നോ ആണ് വരിക, സമ്മ് മാറ്റുമ്പോൾ സമ്മാണ് വരിക. സം നോട്ടിൽ കൺവേർഷൻ ഇല്ല. ലോജിക്കൽ ഇക്വാലൻസിൽ നമ്മൾ നോന്റെ ആസ്പെക്റ്റും സമ്മിന്റെ ആസ്പെക്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുക. കഴിഞ്ഞു. ഇനി അടുത്തത് ഒബ്വേർഷൻ. ഒബ്വേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ക്വാളിറ്റി റിവൈസ് ചെയ്യും. ഓക്കെ, നമ്മൾ ക്വാളിറ്റി റിവൈസ് ചെയ്താൽ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ പ്രെഡിക്കേറ്റിനെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യും. ആദ്യം എന്താണ് ക്വാളിറ്റി റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓളിനെ നോ ആക്കും, നോനെ ഓൾ ആക്കും. അതാണ് ക്വാളിറ്റി റിവേഴ്സ് ചെയ്യുക. അല്ലെങ്കിൽ സമ്മിനെ സം നോട്ടാക്കും, സം നോട്ടിനെ സമ്മാക്കും. ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റി റിവേഴ്സൽ എന്ന് പറയുന്നത്. ക്വാളിറ്റി. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്വാളിറ്റി റിവൈസ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്ററി ടേം എടുക്കും. കോംപ്ലിമെന്ററി ടേം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ടേമിന്റെ മുന്നിൽ നോൺ ആഡ് ചെയ്യുമ്പം അതിനെയാണ് കോംപ്ലിമെന്ററി ടേം. പിന്റെ കോംപ്ലിമെന്ററി എന്താണ്? നോൺ പി ആണ്. ഇനി നോട്ട് പിന്റെ കോംപ്ലിമെന്ററി ടേം എന്താണ്? ശ്രദ്ധിക്കുക. നോട്ട് പിന്റെ കോംപ്ലിമെന്ററി ടേം എന്താ വെച്ചാൽ നോട്ട് പിന്റെ കോംപ്ലിമെന്ററി ടേം നോൺ പി ആണ്. എയുടെ കോംപ്ലിമെന്ററി ടേം നോൺ എ ആണ്. എ അല്ലെങ്കിൽ അത് എസിന് പോലെ എടുത്തതാണെങ്കിൽ ക്യൂ ചെയ്താൽ അതായിരിക്കും നന്നാവും. അപ്പം കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞൊന്നുമില്ല, അതിന്റെ മുമ്പിൽ നോൺ ചേർക്കുക. ടേമിന്റെ മുമ്പിൽ. ഇതാണ് കോംപ്ലിമെന്ററി. അപ്പോൾ ഒബ്വേർഷൻ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്ററി എടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഓൾ എസ് ഈസ് പി. അതിന്റെ ഒബ്വേർഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓള് മാറ്റി നോ ആക്കി. എസ് ഈസ് പി തന്നെ, പിന്റെ മുമ്പ് കോംപ്ലിമെന്ററി എഴുതി എസ് ഈസ് നോട്ട് പി. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് നോ എസ് ഈസ് പി. അപ്പോൾ ഒബ്വേഴ്സ് എന്താ സംഭവിക്കുക? നമ്മൾ നേരെ ക്വാളിറ്റി മാറ്റി ഓളായി. എസ് ഈസ് പി തന്നെയാണ്, പക്ഷെ പിന്റെ കോംപ്ലിമെന്റ് എടുത്ത് എസ് ഈസ് നോട്ട് പി. ഇനി നോക്കുക, ഐ സം എസ് ഈസ് പി. എങ്ങനെ ചെയ്യുക? ക്വാളിറ്റി മാറ്റും. സമ്മിന്റെ ക്വാളിറ്റി മാറ്റി സം നോട്ട് ആക്കി മാറ്റി, എന്നിട്ട് പിന്റെ കോംപ്ലിമെന്റ് എടുത്തു നോൺ പി. ഇനി സം നോട്ട് എന്ന് പറയുമ്പോൾ സം നോട്ടിന്റെ കോംപ്ലിമെന്റ് എടുത്തു സമ്മാണ്. പിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു നോൺ പി ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഒബ്വേർഷൻ കിട്ടുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയും. ഇങ്ങനെയാണ് നമുക്ക് ഒബ്വേർഷൻ കിട്ടുക. ക്ലിയർ? ഇനി മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ആണ് വി ഹാവ് ദ കോൺട്രാപൊസിഷൻ. കോൺട്രാപൊസിഷന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോൺട്രാപൊസിഷനിൽ നമ്മൾ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും റിവേഴ്സ് ചെയ്യും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കോൺട്രാപൊസിഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും നമ്മൾ റിവൈസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്നിട്ട് രണ്ടിൻ്റെയും കോംപ്ലിമെന്റ് എടുക്കും. സബ്ജക്റ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കും, പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ്. ഇപ്പോൾ ഓൾ എസ് ആർ പി നോക്കുക. ആദ്യം നമ്മളിത് റിവൈസ് ചെയ്തിട്ട് ഓൾ പി ആർ എസ് എന്ന് എഴുതും. എന്നിട്ട് പിന്റെ കോംപ്ലിമെന്റ് എടുക്കും, എസിന്റെ കോംപ്ലിമെന്റ് എടുക്കും. ഇനി നോ എസ് ആർ പി എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഇതിനെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും നമ്മൾ റിവൈസ് ചെയ്യും. നോ പി ആർ എസ് എന്ന് എടുക്കും, എന്നിട്ട് രണ്ടിൻ്റെയും കോംപ്ലിമെന്റ് എടുക്കും. ഇനി നമ്മൾ സം എസ് ആർ പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എസും പിയും മാറ്റും, സം പി ആർ എസ് ആക്കും, രണ്ടിൻ്റെയും കോംപ്ലിമെന്റ് എടുക്കും. സം എസ് ആർ നോട്ട് പി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? പിയും എസും മാറ്റും, സം പി ആർ നോട്ട് എസ് എന്നാക്കും, രണ്ടിൻ്റെയും കോംപ്ലിമെന്റ് എടുക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നോട്ട് എസിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നോൺ എഴുതുക നോട്ട് കഴിഞ്ഞിട്ടാണ്, അല്ലാതെ നോൺ കഴിഞ്ഞിട്ട് നോട്ട് എസ് അല്ല എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? നോണ് കഴിഞ്ഞിട്ട് നോട്ട് എസ് അല്ല എഴുതുക, നോട്ട് കഴിഞ്ഞിട്ട് നോൺ എസ് ആണ് എഴുതുക. ഇതാണ് കോൺട്രാപൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് കോൺട്രാപൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് അപ്പോൾ എന്ത് സംഭവിച്ചു? കൺവേർഷൻ എന്താണ്, കോൺട്രാപൊസിഷൻ എന്താണ്, അതുപോലെ വി ഹാവ് ഒബ്വേർഷൻ. പക്ഷേ കോൺട്രാപൊസിഷനിൽ ശ്രദ്ധിക്കേണ്ടത്
ഇങ്ങനെ 4 ലോജിക്കൽ ഇക്വാലൻസി നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും കോൺട്രാ പൊസിഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുക, ലോജിക്കലി ഇക്വാലൻസി കൺസിഡർ ചെയ്യുക എയിനെയും ഒയെയും മാത്രമാണ്. ഇയെയും ഐയെയും നമ്മൾ നോർമലി ലോജിക്കൽ ഇക്വാലൻസിക്ക് കൺസിഡർ ചെയ്യില്ല. കൺഫ്യൂസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ ഇവിടെ നോക്കുക. ഇവിടെ നടുത്തത് രണ്ടുമാണ് കൺസിഡർ ചെയ്യുക, രണ്ട് എൻഡത്തതും കൺസിഡർ ചെയ്യൂല. ഓക്കെ, ഈ കോൺട്രാ പൊസിഷനിൽ വരുമ്പോൾ രണ്ട് എൻഡത്തും കൺസിഡർ ചെയ്യും, നടുവത്തെ കൺസിഡർ ചെയ്യില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒബ്വേർഷനിൽ എല്ലാം കൺസിഡർ ചെയ്യും, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, 4 കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ കൺവേർഷനിൽ നടുവത്തെ രണ്ടെണ്ണമാണ് നോർമലി കൺസിഡർ ചെയ്യുക. ഓക്കെ, കോൺട്രാ പൊസിഷനിൽ എൻഡത്തെ രണ്ടെണ്ണമാണ് കൺസിഡർ ചെയ്യുക, ഒബ്വേർഷൻ എല്ലാം കൺസിഡർ ചെയ്യും. അത് എന്താ ഈ എല്ലാം കൺസിഡർ ചെയ്യുക എന്നുള്ളതൊക്കെ കൊണ്ടൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഓവർ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് റീസെന്റ് ചേഞ്ച് ചെയ്യുന്നല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡെപ്തിലേക്ക് വരുമ്പോൾ, തിയററ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പം ഇങ്ങനെയാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യാ, ഇനി എന്താണ് ലോജിക്കൽ ഇക്വാലൻസി എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ലോജിക്കലി ഇക്വാലൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ചോദ്യം, ഓക്കെ, എങ്ങനെയാണ് നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത് എന്ന് കരുതാം. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ഓൾ SRP എന്നുള്ളതിൻ്റെ ലോജിക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചാൽ, തിയറിറ്റിക്കൽ ആസ്പെക്ട്, ഓൾ SRP എന്നുള്ളതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് ആണ് ഓൾ നോൺ PR നോണസ്, അതുപോലെ തന്നെ നോ എസ് ഈസ് നോൺ പി, അതുപോലെ തന്നെ സം പി ഈസ് യെസ്. പക്ഷെ സം പീസസ് നമ്മൾ ലോജിക്കൽ ഇക്വാലൻസിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, കൺവേർഷനിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടും എന്ത് വരും എന്ന് ചോദിച്ചാൽ, അതായത് ഇതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് ആണ് ഇതും ഇതും. ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ അസസ്മെൻറ്റിലേക്ക് നമ്മൾ പോകുക. ഇനിയിപ്പം നമുക്കുണ്ട് നോ SRP. നോ SRP എന്ന് പറയുന്നതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുമ്പം ഇത് അതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് ആണ്, ഇതും അതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് ആണ്. ഇങ്ങനെയാണ് ഈ ലോജിക്കൽ ഇക്വാലൻസി ആസ്പെക്റ്റിലേക്ക് പോകുക. സം എസ് ഇസ് പി എന്നുള്ളതിൻ്റെ ലോജിക്കൽ ഇക്വാലൻ്റ് ആണ് സം പി ഈസ് എസ് എന്നുള്ളതും സം എസ് ഈസ് നോട്ട് നോൺ പി എന്നുള്ളതും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ലോജിക്കൽ ഇക്വാലൻസി ആസ്പെക്റ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ആസ്പെക്ട്. യാ, നമ്മൾ ഈന് കോൺട്രാപോസിഷൻ, ഞാൻ പറഞ്ഞല്ലോ കോൺട്രാപോസിഷൻ ഇപ്പോഴും ഈക്ക് പറ്റും, കോൺട്രാപോസിഷൻ ഈക്ക് എപ്പോഴും പറ്റും. പക്ഷേ നമ്മളത് ലോജിക്കൽ ഇക്വാലൻസിക്ക് സാധാരണ യൂസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ലോജിക്കൽ ഇക്വാലൻസിക്ക് നോർമലി ക്വസ്റ്റ്യൻസിൽ അത് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. കോൺട്രാപോസിഷൻ ഇപ്പോഴും പറ്റും എന്നുള്ളതാണ്. ലോജിക്ക് വെച്ച് നോക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇത് എവിടെയാണ് കൺഫ്യൂഷൻ വരിക എന്ന് ചോദിച്ചാൽ, ചിലപ്പം സം QR നോട്ട് നോൺ പി എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ 1-2 ക്വസ്റ്റ്യൻ തരാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ നോൺ apes ആർ നോൺ monkeys, നോ apes ആർ നോൺ monkeys, നോ monkeys ആർ നോൺ apes. വിച്ച് വൺ? ഏതൊക്കെയാണ് ലോജിക്കൽ ഇക്വാലന്റ്? അപ്പോൾ നമ്മൾ ഈ ലോജിക്കൽ ഇക്വാലന്റ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഓക്കെ, എപ്പോഴും നല്ലത് ഇതിൽ നോർമൽ ആയിട്ടുള്ള ഒരു കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കുകയാണ്. ഇതിൽ പലപ്പോഴും വരുന്നൊരു സാധനം എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാലോ, അതായത് ഇതിൻ്റെ ലോജിക്കൽ ഇക്വാലന്റ് ആണ് ഇത് നമുക്ക് പറയാലോ, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ബേസിക്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ലോജിക്കൽ ഇക്വാലന്റ് വരും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ആദ്യം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഓൾ മങ്കീസ് ആർ ഏപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഓൾ മങ്കീസ് ആർ ഏപ്പിനുള്ള, ഓക്കെ, ഓൾ മങ്കീസ് ആർ ഏപ്സ് എന്നുള്ളതിനുള്ള വാട്ട് വി ക്യാൻ സേ ലോജിക്കൽ ഇക്വാലന്റ് ഏതൊക്കെയാണ് എന്ന് നോക്കാം.
അപ്പൊ ആദ്യം നോക്കേണ്ടതാണ് ഒന്ന് അതിൻ്റെ ഒബ്വേർഷൻ, കാരണം അതിന് കൺവേർഷൻ ഇല്ലല്ലോ. ഒബ്വേർഷൻ. ഓൾ മങ്കീസ് ആർ എയ്പ്സ് എന്നുള്ളതിൻ്റെ ഒബ്വേർഷൻ എന്ന് പറയുന്നത് എന്താണ്? നോ മങ്കീസ് ആർ നോൺ എയ്പ്സ് എന്നാണ്. ക്വാളിറ്റി മാറ്റുന്നു, പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു. ഓക്കെ, ക്വാളിറ്റി മാറ്റുന്നു, പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു. ഇതിന്റെ കോൺട്രാപൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുന്നത് അതിന്റെ ഓർഡർ മാറ്റുന്നു, എന്നിട്ട് രണ്ടിന്റെയും കോംപ്ലിമെന്റ് എടുക്കുന്നു. ഓൾ നോൺ എയ്പ്സ് ആർ എന്താണ് സാറേ? നോൺ മങ്കീസ്. This is option A and this is option C and this is option D. So we have option A, C and D. Option A as the correct answer for this particular question. Okay, ഈ ഒരു particular question will be having option A as a തിരിച്ചെടുത്തു. option A as the correct answer. Okay, option A as the correct answer. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ ഇക്വിവാലൻസി നോക്കുക? ലോജിക്കൽ ഇക്വിവാലൻസി നോക്കാൻ ഇതിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ടേം എടുക്കും, എന്നിട്ട് ആ ടേമിന്റെ ലോജിക്കൽ ഇക്വിവാലൻസ് ഏതൊക്കെയാന്നുള്ളത് നോക്കും. അത് 3ആണ്. ഓക്കെ, അത് 3ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ 2 കോമൺ ടേം ഉണ്ടാവില്ല, ശരിയാണെങ്കിൽ 2 കോമൺ ടേം ഉണ്ടായേക്കാം. അപ്പോൾ അത് രണ്ടും നമ്മൾ ലോജിക്കൽ ഇക്വിവാലന്റ് ആവാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതാണിത്. ഇപ്പോൾ ഈ 2 ലോജിക്കൽ ഇക്വിവാലന്റ് ഉണ്ടാവില്ല എന്നുള്ള കൺഫ്യൂഷൻ കേൾക്കില്ല. ഇനി ഇതാണ് സാധനം. ഇതിലേതായിരിക്കും? ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമ്മൾ നിർത്തും കേട്ടോ. ലോജിക്കൽ ഇക്വാലൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്, ക്ലാസ്സുകൾ വേണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ എടുക്കും, വേണമെങ്കിൽ JRF ക്ലബിലൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മളൊരു PYQ ഡിസ്കഷനിലാണുള്ളത് അല്ലേ? നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെ സെഷനിലല്ല ഉള്ളത്. സോ ബൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ വിൽ ബി വൈൻഡിങ് അപ്പ് ലോജിക്കൽ ഇക്വാലൻസ് ഫോർ ദ ടൈം ബീങ്. യാ നമുക്കുള്ളത് നോ ലിക്വിഡ്സ് ആർ ബിവറേജസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സാധ്യതകളുണ്ട്. ഓക്കെ, നമുക്ക് 2 സാധ്യതകളുണ്ട്. ഒന്ന് എന്താ സാധ്യത എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൺവേർഷൻ ഒരു സാധ്യതയാണ്. ഇതിൻ്റെ കൺവേർഷൻ എന്താ? നോ ബിവറേജസ് ആർ ലിക്വിഡ്സ്. അതിൻ്റെ കൺവേർഷൻ സാധ്യത. ഇനി അതിൻ്റെ ഒബ്വേർഷൻ സാധ്യത എന്താ? ഒബ്വേർഷൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഓൾ നോൺ ലിക്വിഡ്സ് ആർ നോൺ ബിവറേജസ്. ഓക്കെ, ഓൾ നോൺ ലിക്വിഡ്സ് ആർ നോൺ ബിവറേജസ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഒബ്വേർഷൻ സാധ്യത. ഇനി കോൺട്രാപൊസിഷനോ? കോൺട്രാപൊസിഷൻ നമുക്കറിയാം, നോക്ക് കോൺട്രാപൊസിഷൻ ഇല്ല. ഇനി കോൺട്രാപൊസിഷൻ ഉണ്ടെങ്കിലും ഓക്കെ ഇതിലതില്ല എന്നുള്ളത്. സോ ബേസിക്കലി വിൽ ബി ഹാവിങ് ഓക്കെ all non-liquids are non-beverages. We have A and D as a correct answer. ഓക്കെ, A and D എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ, ഇത് കോമൺ ടേം ആയതുകൊണ്ടാണല്ലോ ഞാൻ എടുത്തത്, ഇത് ഒരു പക്ഷേ കോമൺ ടേം ആയിക്കൂടെ? ഇത് കോമൺ ടേം ആവുന്ന സമയത്ത് ഓക്കെ, ഇത് കോമൺ ടേം ആവുന്ന സമയത്ത് വാട്ട് വിൽ ബി ഹാവിങ് ഇസ് ദാറ്റ് എന്തായിരിക്കും ഉണ്ടാവുക? ഓൾ നോൺ ലിക്വിഡ്സ് ആർ നോൺ ബിവറേജസ്, ഓൾ നോൺ ബിവറേജസ് ആർ നോൺ ലിക്വിഡ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കൂടി വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ B and C എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ്? A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട് അല്ലേ? എയും ബിയും ഡിയും ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞത് ഏതാ ഓപ്ഷൻ പറഞ്ഞത്? A and D ആണ് ഓപ്ഷൻ പറഞ്ഞത് അല്ലേ? ഓക്കെ, എയും ബിയും ഡിയും ഉണ്ട് അല്ലേ? എയും ബിയും ഡിയും ഉണ്ട്. ഓക്കെ, എയും ബിയും നമുക്ക് ഡിയും ഉണ്ട്.
all non-liquids are non-beverages. നോന്റെ ഒപ്പോസിഷൻ എന്തല്ല വരിക? all അല്ല സോ ഒപ്പോസിഷൻ എന്തല്ല വരിക? ഞാൻ പറഞ്ഞ വെറുതെ തെറ്റിപ്പോയില്ലേ, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കി. എൻ ബിന്റെ ആവശ്യമുള്ള ഇനിയില്ലേ. കോൺട്രാപോസിഷൻ എന്ന് പറയുന്ന സമയത്ത് ക്വാളിറ്റി മാറ്റില്ലല്ലോ, അപ്പൊ ഇത് രണ്ടും വരൂലല്ലോ. അപ്പൊ ശരിക്കും ഉത്തരം ഏതാ വരിക? ഓക്കെ, ശരിക്കുത്തരം എ ആൻഡ് ബി ഓൺലി മതി അല്ലേ? ഓക്കെ, ശരിക്കുത്തരം എ ആൻഡ് ബി ഓൺലി മതി. സോ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് നോട്ട് കൂടി ഉണ്ട് എന്നുള്ള, ഇവിടെ മാറ്റിയിട്ടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലൊന്നാണ് ഇതിൻ്റെ. ഓക്കെ, കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമുക്ക് ഇതാണ്. അപ്പോൾ അത് രണ്ട് ലോജിക്കൽ ഇക്വിവാലൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒബ്വേർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾ ലിക്വിഡ്സ് ആർ നോൺ ബിവറേജസ് എന്നാണ് ഉണ്ടാവുക അല്ലേ? ഓൾ ലിക്വിഡ്സ് ആർ നോൺ, ഇതിലില്ല. ഇതിൻ്റെത് എന്ന് പറയുമ്പം ഓൾ ബിവറേജസ് ആർ നോൺ ലിക്വിഡ്സ് ആണ്, ഇതിൽ ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ കോൺട്രാപോസിഷൻ എന്ന് എടുക്കുമ്പോൾ നോക്ക് കോൺട്രാപോസിഷൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പക്ഷെ നോൻ്റെ കോൺട്രാപോസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും അത് ഉണ്ടാവുക നോൺ ലിക്വിഡ്സ് ആർ നോൺ ബിവറേജസ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കാണ്. So again, it doesn't work there. So we'll be having option A and B as a correct answer. Okay, A and B എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഡി വരില്ല. ഡി എങ്ങനെ വരിക? ഇതെന്താണ്? ഇത് എൻ്റെ എന്താണെന്ന് പറയൂ. എൻ്റെ കോൺട്രാപോസിഷൻ ആണോ, എൻ്റെ ഒബ്വേർഷൻ ആണോ, എൻ്റെ കൺവേർഷൻ ആണോ? ഏതാണിത്? ആദ്യ കാര്യം മനസ്സിലാക്കുക, രണ്ട് നോൺ ഉണ്ടെങ്കിൽ അത് കോൺട്രാപോസിഷൻ ആണ് അല്ലേ? ഇനി ഒറ്റ നോണാണുള്ളതെങ്കിൽ അത് ഒബ്വേർഷൻ ആണ്. ഇതാദ്യം മനസ്സിലാക്കാം. എങ്ങനെയാണ് ഒരു സാധനം ഒബ്വേർഷൻ ആണെന്നോ കൺവേർഷൻ ആണെന്നോ കോൺട്രാപോസിഷൻ ആണെന്നോ മനസ്സിലാക്കാനുണ്ടെങ്കിൽ, ഒറ്റ നോൺ എന്ന് പറയുമ്പോൾ ആ നോൺ പ്രെഡിക്കേറ്റിന്റെ ഭാഗത്താവണേ. ഓക്കെ, ആ നോൺ പ്രെഡിക്കേറ്റിന്റെ ഭാഗത്താണെങ്കിൽ അത് ഒബ്വേർഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, രണ്ട് സ്ഥലത്ത് നോൺ ഉണ്ടെങ്കിൽ അത് കോൺട്രാപോസിഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. കൺവേർഷൻ ഒരിക്കലും നോൺ വരില്ല. ഓക്കെ, കൺവേർഷൻ ഒരിക്കലും നോൺ വരില്ല എന്നുള്ളതാണ്. സോ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ഇതുവരെ ചോദിച്ച ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മൾ JRF ക്ലബിലൊക്കെ ആയിട്ട് ഇനി റിവൈസ് ചെയ്യും കേട്ടോ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇക്വാലന്റ് ടു? അപ്പൊ ശരിക്കും നമ്മൾ ഈ ഓരോരോ ഓപ്ഷൻ അങ്ങോട്ട് പോവാം അല്ലേ? പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യട്ടോ. ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി, രണ്ട് നോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതൊരു കോൺട്രാപോസിഷൻ ആണെന്ന് മനസ്സിലായി അല്ലേ? ഈ കോൺട്രാപോസിഷൻ നമ്മൾ എങ്ങനെ ഇതിന്റെ ഒറിജിനൽ ടേമിക്ക് വരിക? കോൺട്രാപോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും, എന്നിട്ട് രണ്ടിൻ്റെയും കോംപ്ലിമെൻ്ററി എടുക്കും. അത് നേരെ റിവൈസ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് എങ്ങനെ ഒറിജിനൽക്ക് വരിക എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോംപ്ലിമെൻ്ററി ഒഴിവാക്കും. അപ്പോൾ എന്ത് കിട്ടും? സം റിയലീസ് ആർ some reals are not some realists are not philosophers. some realists are not philosophers എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടുക. കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യാം? കോൺട്രാപോസിഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റുന്നു അല്ലേ? കോൺട്രാപോസിഷനിൽ ആദ്യം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറ്റും. സം philosophers are not realists. So we have option A as a correct answer.
ഒരുപാട് ആളുകൾ ഓപ്ഷൻ ഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, വി ഹാവ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആവാത്തത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് പോയാൽ, ഓക്കെ, കൺവേർട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഓക്കെ ഈ നോട്ട് മിസ്സായിപ്പോയി. ഇവിടെ ഒരു നോട്ട് ഉണ്ട്, മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഡി കിട്ടിയെന്ന് ചോദിച്ചാൽ പലർക്കും ആ നോട്ട് മിസ്സായിപ്പോയി. നോട്ട് മിസ്സാക്കാൻ പറ്റൂല. നോട്ട് മിസ്സാക്കാൻ പറ്റും എവിടെയാണെങ്കിൽ ഒബ്വേർഷനിലാണെങ്കിൽ മാറ്റാൻ പറ്റും, കാരണം ഒബ്വേർഷനിൽ ക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പക്ഷെ 2 നോൺ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒബ്വേർഷൻ അല്ല, 2 നോൺ ഉണ്ടെങ്കിൽ അത് കോൺട്രാപോസിഷൻ ആണ്. അതിലൊരിക്കലും നോട്ട് മാറ്റാൻ പറ്റില്ല. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, വിൽ ബി ഹാവിങ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒരു തൽക്കാലം ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മളിത് കംപ്ലീറ്റ് ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നന്നാവും നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടി ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഇപ്പം ഓക്കെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ അതല്ല നമ്മളെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. വി ആർ ഡിസ്കസിങ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ, സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ റിവൈസ് ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ചെയ്യും കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വേർ ഈസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറോട് പോയി. ഡിസംബർ ലോജിക്കൽ റീസണിങ്ങിലെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഏകദേശം ഒരു ക്ലിയർ ആയി എന്ന് കരുതുന്നു. ബാക്കി നമ്മൾ ഒരുപാട് ഇനിയും റിവിഷൻ വരും. റെക്കോർഡിംഗ് അവൈലബിൾ ആവുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സെഷൻ്റെയും റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും, എക്സെപ്റ്റ് JRFisത്തിൻ്റെ റെക്കോർഡിങ്സ് ആണ് ചിലപ്പോൾ അവൈലബിൾ ആവാതിരിക്കുക. ബാക്കി എല്ലാ മാപ്പിൽ അവൈലബിൾ. അതുകൊണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ സ്ക്രീനിൽ റെക്കോർഡിങ്സ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സാറേ റെക്കോർഡിങ്സ് ഓണല്ല എന്ന് പറയണേ. ബട്ട് ഒക്കെ സെറ്റിങ്സിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയതുകൊണ്ട് ഇപ്പം ബേസിക്കലി ഒക്കെ വരും. പക്ഷെ ചിലപ്പോൾ സൂം അക്കൗണ്ട് ഏതെങ്കിലുമൊക്കെ മാറുമ്പോൾ അതിൽ റെക്കോർഡിങ്സ് ഓണാക്കാൻ മറന്നുപോയാൽ ചിലപ്പോൾ റെക്കോർഡിങ്സ് കിട്ടില്ല. ഇപ്പം ഏത് ടീച്ചർമാരെ ക്ലാസ്സിലും നിങ്ങൾ റെക്കോർഡിങ്സ് കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇടപെടട്ടോ. ഓക്കെ, ധൈര്യമായിട്ട് ഇടപെട്ടിട്ട് പറയാം. ഓക്കെ, പ്രശ്നമാക്കാം. അല്ലെങ്കിൽ പിന്നെ സാറ് ഇത് റെക്കോർഡ് ചെയ്യില്ല എന്ന് പ്രത്യേകം പറയണം. നോർമലി ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യാത്തുണ്ടാവില്ല. 1-2 ബാച്ചുകൾക്ക് മുമ്പിൽ അങ്ങനെയൊക്കെ പണി ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 മണിക്കൂറൊക്കെ ക്ലാസ് എടുത്ത് അതിൻ്റെ റെക്കോർഡിങ് ഓണാക്കാൻ മറന്നുപോയ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ദെൻ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഒറ്റ ക്വസ്റ്റ്യൻ. ഗിവ് മീ ദ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഈക്വിവാലന്റ്? റിഗാർഡിംഗ് പ്രിപ്പറേഷൻ ചില ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഞാൻ അവസാനം തീർക്കട്ടോ. ഇൻ ബിറ്റ്വീൻ അതിലേക്ക് പോകുന്നില്ല. ഐ വിൽ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ഇതെല്ലാം നമ്മൾ ഇനിയും ക്ലാസ് എടുക്കും, ഇനിയും റിവൈസ് ചെയ്യും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വാട്ട് ഈസ് ആൻസർ? We have ഇല്ല. Okay. Okay, what is answer? അപ്പോൾ ഇതിലെന്താണ്ടാവും? അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്. കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് അല്ലേ? കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. പിന്നെ ആദ്യം മനസ്സിലാക്കട്ടോ, ഈ ഒരു സൈഡിൽ നോൺ ഉണ്ട്, മറ്റേ സൈഡിൽ നോൺ ഇല്ലെങ്കിൽ അതിനെ കൺസിഡർ വേണ്ട. എഴുതി തന്നെ ഈ ബേസിക് അറിയാത്ത ഒരാളാണ് ഓപ്ഷൻ ഇട്ട് എന്ന് മനസ്സിലാക്കിയാൽ. ബേസിക് അറിയാത്ത ഒരുപാട് ആളുകൾ എക്സാം എഴുതുന്നതുകൊണ്ട് അയാൾ ഓപ്ഷൻ ഇട്ട് തെറ്റാന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത് ഉത്തരം എഴുതിയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ ബേസിക്കലി ഇവിടെ സാധനം എന്താ വെച്ചാൽ, നോൺ കോംപ്ലിമെൻ്ററി ഫസ്റ്റ് വരികയാണെങ്കിൽ ഒരേ ഒരു കേസുകളിൽ കോൺട്രാപോസിഷനിൽ ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ 2 സ്ഥലത്ത് നോൺ ഉണ്ടായിരിക്കണം.
കോമൺ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാൻ ബേസിക് കാറ്റഗോറിക്കൽ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ്, അല്ലെങ്കിൽ സം കാറ്റ്സ് ആർ റാറ്റ്സ്, അല്ലെങ്കിൽ നോ കാറ്റ്സ് ആർ റാറ്റ്സ്, ഓർ സം കാറ്റ്സ് ആർ നോട്ട് റാറ്റ്സ്. ഇതാണ് ബേസിക് സ്റ്റേറ്റ്മെന്റ്. ബേസിക് സ്റ്റേറ്റ്മെന്റിൽ ഒരിക്കലും നോൺ ഉണ്ടാവില്ല, അത്ര മനസ്സിലാക്കിയാൽ. ഇവിടെ 3 സ്ഥലത്തും നോൺ ഉണ്ട്, നോൺ ഉണ്ടാവില്ല. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ആദ്യത്തെ കോമൺ സ്റ്റേറ്റ്മെന്റ് എടുത്തു, ബേസിക്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൺവേർഷൻ നോക്കും. ഓക്കെ, ഇതിൻ്റെ കൺവേർഷൻ നമ്മൾ നോക്കും, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒബ്വേർഷൻ നോക്കും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒബ്വേർഷൻ നോക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് സമ്മിനാണ്, അതിന് കോൺട്രാപോസിഷൻ ഇല്ല. 2, ഇതിലെവിടെയും കോൺട്രാപോസിഷൻ സ്റ്റേറ്റ്മെൻറ്റേ അല്ല. കോൺട്രാപോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2ലും നോൺ ഉണ്ടാവണം. അപ്പോൾ ആകെ നോക്കേണ്ടത് ഇതിൻ്റെ ഒബ്വേർഷൻ എന്താണ് എന്നാണ്. ഇതിൻ്റെ കൺവേർഷൻ നോക്കാം, പക്ഷേ ഇതിൽ വേറെ കൺവേർഷൻ ഇല്ലല്ലോ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒബ്വേർഷൻ എന്താണെന്ന് വെച്ചാൽ സം അനിമൽസ് ആർ ഹെർബിവോറസ് എന്നുള്ളതിൻ്റെ ഒബ്വേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി മാറ്റും. സം അനിമൽസ് ആർ നോട്ട് ഹെർബിവോറസ് എന്നാക്കും. രണ്ടാമതായിട്ട് നമ്മൾ പ്രെഡിക്കേറ്റിന് കോംപ്ലിമെൻ്റ് ഇടും, നോട്ട് നോൺ ഹെർബിവോറസ്. സോ വി ഹാവ് option D as the correct answer. So we have option A and D as the correct answer. We have option D as a correct answer. Okay, option D എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കുണ്ടാവുക. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഇതിലെ കോമൺ ആയിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രൊപ്പോസൽ എടുക്കുന്നു. എ ആണ്. എ സമ്മാണ്. സമ്മിന് 2 സാധ്യതയാണുള്ളത്, ഒന്ന് കൺവേർഷനും ഒന്ന് ഒബ്വേർഷനും. കൺവേർഷൻ ഇതിലില്ല. കൺവേർഷൻ സം അനിമൽസ് ആർ ഹെർബിവോറസിന്റെ കൺവേർഷൻ സം ഹെർബിവോറസ് ആനിമൽസ് ആണ്, ഇതിലില്ല. പിന്നെ ഉള്ളത് ഒബ്വേർഷൻ ആണ്. ഒബ്വേർഷൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ക്വാളിറ്റി മാറ്റിയിട്ട് പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നതാണ്. ക്വാളിറ്റി മാറ്റിയിട്ട് പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. So I hope it's clear. അല്ല, നോട്ട് ആൻഡ് നോൺ വന്നാൽ അത് ക്യാൻസൽ ആവുമെന്ന് വെച്ച് ചെയ്താൽ പോരെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. കാരണം ഇവിടെ നോട്ടും നോണും വന്നു. ഓക്കെ, ഇവിടെ നോട്ടും നോണും വന്നു. ചില കേസുകൾ എന്ത് വരുമെന്ന് വെച്ചാൽ ഇവിടെ നോട്ടും നോണും വരും, ഇവിടെ നോണും വരും. ഇവിടെ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വെട്ടിച്ചെറുതാക്കാം. ബേസിക്കലി നോട്ടും നോൺ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതില്ല, നോർമലി നെഗറ്റീവ് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെയും നോണും കൂടി വരുമ്പോൾ എല്ലാ സ്ഥലത്തും അത് വർക്കൗട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ആ കോമൺ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓപ്ഷനിൽ, ഓക്കെ, കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനിൽ തരാതെ വരുമോ എന്ന് ചോദിച്ചാൽ, ഓക്കെ, നോർമലി ഉണ്ടാവില്ല. ഓക്കെ, നോർമലി കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനിൽ വരണം എന്ന് തരാതിരിക്കുന്നത്, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ബേസായിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ബേസായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം കേട്ടോ, അങ്ങോട്ട് ഓപ്ഷനിൽ തരാതിരിക്കാം. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാട്ട് വി കൻ സേ ബേസിക് ഒരു ആസ്പെക്റ്റിലേക്ക് അത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ PYQ കഴിഞ്ഞു. ഓക്കെ, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ PYQ കഴിഞ്ഞു എന്നുള്ളതാണ്. എനി ഡൗട്ട്സ്? ഒരു 2-3-4 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ അല്ല, ഫാലസീസ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയില്ല കേട്ടോ, ഒന്ന് തുടങ്ങിയിടാലോ. മറ്റേ നമുക്ക് തന്നെ തോന്നില്ല, ആകെ നമ്മൾ 2-3 ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുള്ളൂ. Fallacies. Yeah. ഇപ്പോൾ ഫാലസീസ്, പിന്നെ നമ്മൾ ഓരോ ബാച്ചിനും നമ്മൾ മുൻ ബാച്ചുകളുടെ ഡിസ്കഷൻ്റെ ലൈവിലെ ഏറ്റവും ലേറ്റസ്റ്റിൻ്റെ ലൈവിൻ്റെ ഡിസ്കഷൻ്റെ റെക്കോർഡിങ്സ് ആയിരിക്കും കൊടുക്കുക. പുതിയ ബാച്ചിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ 800ഓളം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാണ് കംപ്ലീറ്റ് ലൈവായി ഡിസ്കസ് ചെയ്യുക. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏതാണ്?
ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫാലസീസ് ആണല്ലോ 2025 ഡിസംബറിൽ. അപ്പോൾ അടുത്ത ബാച്ചിൽ ഫാലസീസിൻ്റെ PYQ ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ശരിക്കും അത് വേറെ വീഡിയോ വരണം. അപ്പോൾ ഇപ്പോൾ കട്ടാക്കി നിങ്ങളോട് പുതിയ ലിങ്ക് ആയിട്ട് വരാൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ പറയണം. ഹലോ ആൾ, വൺസ് അഗെയിൻ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവരും അടിപൊളിയാണ് എന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസംബർ 2024 എക്സാമിലെ ഫാലസീസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ നമ്മൾ നോക്കിയിട്ടുള്ള സ്കോർ ഓഫ് അപ്പോസിഷൻ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഫാലസീസിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാം. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് വീഡിയോ ടീം നമ്മളോട് വന്ന് പറയാം. ഇനി വേറെ ഒന്ന് ആലോചിച്ചൊക്കെയാണ്, ഇത് അഥവാ ഇവരെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അടുത്തെല്ലാം വരുന്നവരത് കാണുമ്പോൾ അവസ്ഥ സാറ് പ്ലിങ്ങായി എന്ന് തന്നെ പറയും. നിങ്ങൾ പഠിച്ച് JRF പഠിച്ച് പോണേ, ചിലപ്പോൾ നിങ്ങൾ തന്നെ കാണാൻ വരരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. യാ, സോ വി ആർ മൂവിങ് ടു ദ ഫാലസീസ്. യാ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഫാലസീസ് ആണ്. ഐ വിൽ ജസ്റ്റ് ഗീവ് യു ആൻ ഓപ്ഷൻ. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല, പ്രശ്നമില്ല കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കൂല. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യാ, സോ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ആൻസർ? Because every part of a certain machine is light in weight, that machine as a whole is light in weight. ഏതാണ്? ഫാലസീസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് എറേഴ്സ് ഓഫ് റീസണിങ്. എറേഴ്സ് ഓഫ് റീസണിങ്ങിനെയാണ് നമ്മൾ ഫാലസീസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മെഷീൻ്റെ എല്ലാ പാർട്ടും ലൈറ്റ് ഇൻ വെയിറ്റ് ആയതുകൊണ്ട്, അതായത് ഒരു മെഷീൻ്റെ ചെറിയ ചെറിയ പാർട്ടുകളെല്ലാം വെയിറ്റ് കുറവായതുകൊണ്ട് മെഷീനും വെയിറ്റ് ഇല്ല എന്ന് പറയുന്നതാണ്. ഇത് ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്ന എക്സാമ്പിൾ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ട്രാക്ടർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് സാധനങ്ങളായതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ട്രാക്ടറും ലൈറ്റ് വെയിറ്റ് ആണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള എക്സാം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കോശങ്ങളെ കൊണ്ടാണ് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കോശങ്ങളെ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്മാരെയും കാണാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങളെന്നെ കാണുന്നില്ല, ഞങ്ങളെയും കാണുന്നില്ല. ഇതാണ് ഇത്തരത്തിലുള്ള ഫാലസിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ്. ശരിയായവർക്കൊക്കെ അപ്രീസിയേഷൻ, സന്തോഷം. പൊളിച്ചിടാം. സോ വി ഹാവ് കമ്പോസിഷൻ. സോ വി ഹാവ്, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ കമ്പണൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണോ അതാണ് അത് ഉണ്ടാക്കിയ സാധനത്തിനും എന്ന് പറയുന്നതാണ്. PYQ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടി അറിയാം? ഫാലസീസിനൊക്കെ ഓരോ തവണ പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, എന്നും പറയും, ഇനിയും ചിലപ്പോൾ എന്നും പറയും, ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഫാസ്റ്റ് ലേണിംഗ് നെവർ കൗണ്ട്സ്. ആദ്യം പഠിച്ച പഠിപ്പ് കണക്ക് കൂട്ടൂല, പിന്നെയും നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓരോ തവണയും ഫാലസീസിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്ഷനും കൂടി നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏത് ഫാലസി പറയുന്ന സമയത്തും ബാക്കിയുള്ള ഓപ്ഷൻസും പറയും. ഒരുപാട് ടൈം എടുക്കണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്താണോ മുകളിലുള്ളതിൻ്റെ ക്വാളിറ്റി, എന്താണോ മുകളിലുള്ളതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി തന്നെയായിരിക്കും കമ്പണൻറ്റിനും എന്നും പറയുന്നതാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ റിലയൻസ് ലാഭക്കുതിയന്മാരുടെ കമ്പനിയാണെന്ന് നിങ്ങൾ കരുതുന്നു. റിലയൻസ് വർക്ക് ചെയ്യുന്ന നിങ്ങളെ മാമൻ്റെ മോള് ലാഭക്കുതിയനാണ്, പിഷ്കനാണ് എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. സോ ടെക്നിക്കലി ദിസ് ഈസ്
ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കട്ടോ, അല്ലാതെ ചെറിയ ചില ഡിഫറൻസുകൾ അതിനുണ്ട്. ഓക്കെ, അടിയിലെ കമ്പണൻ്റെ പ്രോപ്പർട്ടിയാണ് മുകളിലുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പോസ് ഷെല്ല് ഡിവിഷന് മുകളിലുള്ളതിൻ്റെ പ്രോപ്പർട്ടിയാണ് താഴെ ഉള്ളത് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ എന്നുള്ളതാണ് ബേസിക് സാധനങ്ങൾ. ഇനി ആക്സെന്റ് ഫാലസി. ആക്സെന്റ് ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് സിമ്പിൾ. നമ്മൾ പറയുന്ന വാക്കുകളുടെ സ്ട്രെസ്സിനനുസരിച്ച് അല്ലെ, യൂസേജിനനുസരിച്ച്. ഞാൻ അന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ തല്ലിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ന് സ്ട്രെസ് ആക്കുമ്പോൾ ഞാനല്ലാത്തവർ എന്നുള്ള അർത്ഥം വരാം. ഇന്ന് സ്ട്രെസ് ആക്കുമ്പോൾ ഇന്നല്ല മറ്റൊരു ദിവസം. അങ്ങനെ ആ ഒരു ആക്സെന്റിനനുസരിച്ച് സ്ട്രെസ്സിനനുസരിച്ച് അർത്ഥം മാറുന്നതാണ് അത് എന്ന് പറയുന്നത്. ആംഫിബോളി എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷനിൽ വരുന്ന ചെറിയ ചില കൺഫ്യൂഷൻ ആണ്. സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ, സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ. ഇത് നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് സോപ്പും വേസ്റ്റ് പേപ്പറും സേവ് ചെയ്യുക എന്നും കരുതാം, സോപ്പ് സേവ് ചെയ്തിട്ട് പേപ്പർ വേസ്റ്റ് ആക്കാമെന്നും കരുതാം അല്ലേ. സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിലും അതിൻ്റെ അർത്ഥം വരാം എന്നുള്ളതാണ്. ദെൻ കിൽ ഹിം നോട്ട് ഹാങ് ഹിം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ. സോ ഇതാണ് ഫാലസി നമ്പർ 1 ഓപ്ഷനുകൾ. ഫാലസി നമ്പർ 1 എക്സാമ്പിൾ എന്ന് പറയുന്നത് കമ്പോസിഷൻ ആണ്. ഓക്കെ, കമ്പോസിഷൻ ആണ്. That's it. Moving to the next one. A fallacy in which an opponent's position is depicted as being more extreme or unreasonable than is justified by what is actually asserted is a fallacy of what? A fallacy in which an opponent's position is depicted as being more extreme or unreasonable. ഒരാൾ പറഞ്ഞ സംഭവം അയാൾ പറഞ്ഞതിനപ്പുറത്തേക്ക് എക്സ്ട്രീം ആക്കി മാറ്റി, അൺറീസണബിൾ ആക്കി മാറ്റി, വേറെ ലെവലിലേക്ക് ആക്കി മാറ്റി പറയുന്നതിന് എന്താണ് പറയുന്നത്? ഓക്കെ, എന്താണ് പറയുന്നത്? അതിനെയാണ് നമ്മൾ സ്ട്രോ മാൻ ഫാലസി എന്ന് പറയുന്നത്. പറഞ്ഞ സാധനം പറഞ്ഞ് വൈക്കോല് പോലെ ആക്കുന്നു, സ്ട്രോ മാൻ അല്ലെ. സ്ട്രോ മാൻ ഫാലസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പീൽ ടു പിറ്റി ഓർ ആർഗ്യുമെന്റ് ടു പിറ്റി ഓർ ആർഗ്യുമെന്റ് ടു പിറ്റിയുടെ ലാറ്റിൻ വേർഡ് എന്താനി? ഈ ആർഗ്യുമെന്റം ആഡ് ബക്കിൾ എന്നൊക്കെ പറയുന്നത് ലാറ്റിൻ വേർഡ് ആണോ ഗ്രീക്ക് വേർഡ് ആണോ? ആരാണ് ഇവിടെ ഭാഷ എക്സ്പേർട്ടുകൾ? ഇംഗ്ലീഷുകാരോ വാക്കിലോ ലാറ്റിൻ ആണോ ഗ്രീക്ക് ആണോ എന്നറിയില്ല അല്ലേ, പോട്ടെ. അപ്പീൽ ടു പിറ്റിയുടെ ബാക്കിയുള്ള ഒരു ആസ്പെക്ട് ആണ്. ഓക്കെ, വി ഹാവ് ആർഗ്യുമെന്റം, ഇറ്റ്സ് ലാറ്റിൻ. ഓക്കെ, താങ്ക് യു. അപ്പീൽ ടു പിറ്റിയുടേതാണ് ആർഗ്യുമെന്റം ആഡ് മിസറിക്കോർഡിയം അല്ലേ. ആർഗ്യുമെന്റം ആഡ് മിസറിക്കോർഡിയം. ഓക്കെ, താങ്ക് യു. ലാറ്റിൻ ആണ് എന്നുള്ള വിവരം നൽകിയ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. ഓക്കെ, സോ ബേസിക്കലി വി ഹാവ് അപ്പീൽ ടു പിറ്റി ഓർ ആർഗ്യുമെന്റം ഓക്കെ ആഡ് മിസറിക്കോർഡിയം. ഓക്കെ, ആർഗ്യുമെന്റം ആഡ് മിസറിക്കോർഡിയം. സ്ട്രോമൻ എന്താന്ന് പറഞ്ഞു. റെഡ് ഹെറിങ് എന്തായിരുന്നു? റെഡ് ഹെറിങ് വിഷയം മാറ്റുക അല്ലേ. റെഡ് ഹെറിങ് കളർ മാറുക, വിഷയം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയിട്ട് വന്നിട്ട് പോവർട്ടിയെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആസ്പെക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് റെഡ് ഹെറിങ്, വിഷയം മാറ്റുക. അപ്പീൽ ടു പോപ്പുലൈസ്. അപ്പീൽ ടു പോപ്പുലൈസ് ഈസ് അനദർ വേർഡ് ഫോർ ആർഗ്യുമെന്റം ആഡ് പോപ്പുലം. Okay, appeal to populace is another word for argumentum ad populum. Okay, another word for argumentum ad populum എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് അപ്പീൽ ടു പിറ്റി. അപ്പീൽ ടു പിറ്റി ഞാൻ ലാറ്റിൻ വേർഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, എന്താന്ന് പറഞ്ഞില്ല അല്ലേ. അപ്പീൽ ടു പിറ്റി പറഞ്ഞ ഒരാളെ പിറ്റിഫുൾ കണ്ടീഷൻ അനുസരിച്ച് അയാളെ പരിഗണിക്കണമെന്ന് പറയാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഏതായിരുന്നു? മാതാപിതാക്കളെ മൈ ഉപയോഗിച്ച് വെട്ടിക്കൊന്ന മകൻ്റെ കോടതി അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകനെ, എൻ്റെ ക്ലയൻറ്റിനെ വെറുതെ വിടണം, കാരണം അദ്ദേഹം അനാഥനാണ് എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട വക്കീൽ അല്ലേ. അനാഥനാക്കിയത് അദ്ദേഹം തന്നെയാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അതായത് ദിസ് ഈസ് പിറ്റിഫുൾ കണ്ടീഷൻ പറഞ്ഞിട്ട് ഞാൻ 8 തവണ നെറ്റ് എഴുതി സാറേ, 8 തവണയും പൊട്ടി, ഇപ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് എൻ്റെയൊക്കെ ജയിപ്പിച്ചൂടെ എന്ന് പഠിക്കാതെ ചിന്തിക്കുന്നത് ആർഗ്യുമെന്റ് പിറ്റി. ജയിപ്പിച്ചു കൊടുക്കുന്നു ആർഗ്യുമെന്റ് പിറ്റി. പഠിച്ചുകൊണ്ട് റിയലൈസ്ഡ് ആയി കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരിച്ച് പഠിച്ച് ജയിക്കുക എന്നുള്ളത് എന്താണ്? നീതി, ന്യായം അല്ലേ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ബേസിക്കലി വി ഹാവ്
ഓക്കെ, ദിസ് വൺ. ഇപ്പം മൂവിങ് ടു 3, അപ്പീൽ ടു പോപ്പുലേഴ്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് മാഡ് പോപ്പുലാണ്. ഞാൻ ആ ഫ്ലോയിൽ പറയുമ്പോൾ ചിലത് വിട്ടുപോയി പോകുന്നുണ്ട്, നിങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടോ. എല്ലാ ആളുകളും കരുതുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളും ചെയ്യുക എന്നുള്ളത്. എല്ലാ ആളുകളും വിശ്വസിക്കുന്നു, ആർഗ്യുമെന്റ് മാഡ് പോപ്പുലർ. ഓക്കെ, കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നു ഈ സീരീസ് നല്ലൊരു സീരീസ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നു ഇവരാണ് ഇതിൽ ശരി എന്നുള്ളത്. ഓക്കെ, കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നു ഓക്കെ ബേസിക്കലി ഇവരിങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത്. ഇനി ഒന്നുമില്ലെങ്കിൽ PG കഴിഞ്ഞ് കൂടുതൽ ആളുകൾ നെറ്റ് എഴുതുന്നു എന്നുള്ള കാരണം കൊണ്ട് നെറ്റ് എഴുതുന്നത് ആർഗ്യുമെന്റ് ആഡ് പോപ്പുലർ. ഓക്കെ, എന്തിനാ എഴുതുന്നത്, എൻ്റെ ലൈഫിൽ എന്തിനാണെന്നൊന്നും തിരിച്ചറിയാതെ വെറുതെ എഴുതുന്നത്. തിരിച്ചറിഞ്ഞ് എഴുതുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അപ്പോൾ അടുത്തത്, ഐഡന്റിഫൈ ദ ഫാലസി ഇൻ ദ ഫോളോയിങ് ആർഗ്യുമെന്റ്. Alan is tall, dark and handsome and has blue eyes. Bill is also tall, dark and handsome. Therefore, Bill probably has blue eyes too. Alan is tall, dark, handsome and blue eyes. Bill is also tall, dark and handsome. Therefore, Bill probably has blue eyes too. എന്താണ് ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി എന്നുള്ള മനസ്സിൽ ചോദ്യമല്ലേ? ഓക്കെ, അതല്ല ഉത്തരം കേട്ടോ, ബാക്കി വെച്ചിട്ട് ആലോചിച്ചു. അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനൊന്നും കണ്ടാൽ പിന്നെ ഫുൾ അതിലേക്കാർ അതിൻ്റെക്കാർ ഉത്തരം നോക്കാൻ നമുക്ക് തോന്നും. അത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇതിന്റെ ഉത്തരം അതല്ല. യാ, ഇതിന്റെ ഉത്തരം ഫാലസി ഒക്കെ പഠിച്ചു കഴിഞ്ഞ ഓക്കെ ആളുകൾക്ക് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് തോന്നിയില്ല ഇനി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ എസ് ജനറലൈസേഷൻ ആണെന്ന് പറഞ്ഞില്ല. ഇതിന്റെ ഉത്തരം എസ് ജനറലൈസേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിന്റെ ഉത്തരം ഈസ് വീക്ക് ഓക്കെ അനലോജി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, പിന്നെ ഇതിലൊക്കെ എന്താണെന്ന് ചോദിച്ചാലേ ഫാലസീസ് ഒക്കെ വളരെ കോമൺ ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇത് വീക്ക് അനലോജി എന്ന് ചോദിച്ചാൽ, നമ്മൾ ചോദ്യങ്ങളും ആൻസറിങ്ങും കുറച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇതൊന്ന് മനസ്സിലായിട്ടുള്ളവർ പഠിച്ചപ്പോൾ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവിടെ അലനെ നമ്മൾ ബില്ലുമായിട്ട് കമ്പയർ ചെയ്യാണ് വരുന്നത്. ദർ ഈസ് എ സോർട്ട് ഓഫ് കമ്പാരിസൺ. കമ്പാരിസന്റെ കേസിൽ അനലോജി എന്ന് പറഞ്ഞാൽ, അനലോജീസ് പറഞ്ഞ ടോപ്പിക് ലോജിക്കൽ റീസണിങ് ഉണ്ട് അല്ലേ? എന്താ പറയുക, നമ്മൾ പറയാം ക്യാപ്റ്റൻ ഈസ് ടു അല്ലെങ്കിൽ കോച്ച് ഈസ് ടു ക്രിക്കറ്റേഴ്സ്, മാനേജർ ഈസ് ടു ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു സാധനമല്ലേ നമ്മൾ ആ പറയുന്ന സാധനം. ഓക്കെ, ഷൂ ഈസ് ടു ലെതർ ഈസ് ടു ഹേർട്ട് ഈസ് ടു കാർഡിയാക്ക് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സോ ബേസിക്കലി അതാണ്. അപ്പം ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ട് വീക്കാണ്. എന്തുകൊണ്ടാണ് ഹേസ്റ്റി ജനറലൈസേഷൻ വരാത്തതെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നത്, അലന് ടോളാണ്, ഡാർക്കാണ്, നല്ലോണം കഴിക്കും എന്നുള്ളതിൽ നിന്ന് അലനെ പറ്റി തന്നെ നമ്മൾ ഹേസ്റ്റി കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞൊരു സാധനം അതാ, നമ്മളെ ഫ്രണ്ട് നമ്മൾ കണ്ട ദിവസം ഫാസ്റ്റ് ഫുഡ് കഴിച്ചത് കൊണ്ട് ഫ്രണ്ടിന്റെ ആരോഗ്യത്തിന് രഹസ്യം ഫാസ്റ്റ് ഫുഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ഫ്രണ്ടിന്റെ ആ ഫാസ്റ്റ് ഫുഡ് കണ്ടിട്ട് നമ്മൾ മറ്റേ ഫ്രണ്ടിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്തില്ല. രണ്ട് ഡിഫറൻറ്റിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ ഹേസ്റ്റി ജനറലൈസേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. പൂച്ച കുറുകെ ചാടിയത് കൊണ്ട് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളതാണെങ്കിൽ നമ്മൾ വേറെ മൃഗം ചാടി എന്നുള്ളതല്ല, പൂച്ച കുറുകെ ഇനിയും ചാടുമ്പോൾ അതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ വരുന്നത്. രണ്ട് കമ്പാരിസൺ വരുന്ന സമയത്ത് there should be an analogy. ഓക്കെ, there should be an analogy എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്ന് പറയാൻ പറ്റും. പിന്നുള്ളത് സ്ലിപ്പറി സ്ലോപ്പാണ്. ഓക്കെ, സ്ലിപ്പറി സ്ലോപ്പാണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ടെക്നിക്കലി നമ്മൾ പറഞ്ഞ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇല്ലേ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വീക്ക് അനലോജി ആയതുകൊണ്ട് ഇത് ഹേസ്റ്റി ജനറലൈസേഷനുള്ള വീക്ക് അനലോജി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അനീസൊരു സ്ലിപ്പറി സ്ലോപ്പ് ആയതാന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അങ്ങനെയൊക്കെ ചിലപ്പം തോന്നുകയായിരിക്കും. സോ ബേസിക്കലി ഇതിൻ്റെ ആസ്പെക്ട് ഇത്രയേ ഉള്ളൂ. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്നു ഹോസ്പിറ്റലിൽ കയറുന്നു, ഡോക്ടർമാർ പോരാ, നേഴ്സുമാർ അത്രയും പോരാ, ബിൽഡിംഗ് ഇപ്പം പൊളിഞ്ഞാടും, കമ്പനി മുഴുവൻ ഇതാണ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക്. ഓക്കെ, ഇതാണ് സ്ലിപ്പറി സ്ലോപ്പ്. ഇനിയുള്ളതാണ് ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറയാത്ത ഫാലസിയാണ്, ക്ലാസ്സിൽ പറയാത്ത ഫാലസിയാണ്. അങ്ങനെ ക്ലാസ്സിൽ പറയാത്ത ഫാലസി പരീക്ഷയ്ക്ക് ചോദിക്കുമോ? ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ക്ലാസ്സിൽ പറയാത്ത ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ഐഫർ ചോദിച്ച് മാത്രമാണ് പരീക്ഷയ്ക്ക് വരാമെന്നുണ്ടായത്. പക്ഷേ
ഇത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടേ ഉള്ളൂ, ഇത് ശരി ഉത്തരമല്ല. ഓക്കെ, ശരി ഉത്തരമായത് വേറെ ഉണ്ട്, ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ശരി ഉത്തരമായിട്ടുള്ള പറയാത്ത ഫാലസി വന്നിട്ടുണ്ട്, നമുക്ക് പഠിക്കാം. ഇൻകൺസിസ്റ്റൻസി ജസ്റ്റ് ഓപ്ഷനാണ്, പക്ഷെ എന്നാലും നമ്മളത് പഠിക്കും. ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദ ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി ഓൾസോ നോൺ ആസ് എ ഫാലസി ഓഫ് കോൺട്രഡിക്ഷൻ, സോ ആൻഡ് സോ ആൻഡ് സോ. ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം, വിരുദ്ധ ഫാലസിയാണ്. വിരുദ്ധ ഓർ കോൺട്രഡിക്ടറി ഇല്ലേ, അതാണ് സംഭവം. അതായത് വിരുദ്ധ ഓർ കോൺട്രഡിക്ടറി നമ്മളെ ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്ക് നേരെ വന്നിട്ട് നമ്മളെ ഇവിടെ വന്ന് കയറിയ പോലെ. ഇതാണ് എക്സാമ്പിൾ. ദർ ഈസ് നോ ഇവിൾ ഇൻ ദിസ് വേൾഡ് ബട്ട് വി നീഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ലോകത്ത് ഒരു തെറ്റുമില്ല, പക്ഷേ നമ്മൾ തെറ്റിനെതിരെ പ്രതികരിക്കണം. കോൺട്രഡിക്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദർ ഇസ് നോ ഈവിൾ. കണ്ടോ, നമ്മളെ വിരുദ്ധ ഫാലസി ഉണ്ടല്ലോ, വിരുദ്ധ ഇന്ത്യൻ ലോജിക്കിലാണ്. ഈ വിരുദ്ധ ഇവിടെ ഇനി ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. വിരുദ്ധ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ്റെ വിഷയമല്ല. പക്ഷെ വിരുദ്ധ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇവിടെ വേറെ ഒന്ന് വരുന്നു. വിരുദ്ധ ഈസ് ഇന്ത്യൻ ലോജിക് ആൻഡ് ഇൻകൺസിസ്റ്റൻസി ഈസ് വെസ്റ്റേൺ ലോജിക്. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നതിന്റെ കോൺട്രഡിക്ഷൻ വരുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫാലസി ഓഫ് കോൺട്രഡിക്ഷൻ എന്നും പറയുന്നുണ്ട്. ഫാലസി ഓഫ് സെൽഫ് ഡിഫീറ്റിംഗ് ക്ലൈം എന്നും പറയുന്നുണ്ട്. ഓക്കെ, വെസ്റ്റേൺ ഫാലസിയിൽ ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി ഓർ ഫാലസി ഓഫ് കോൺട്രഡിക്ഷൻ ഓർ ഫാലസി ഓഫ് സെൽഫ് ഡിഫീറ്റിംഗ് ക്ലൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രഡിക്ടറി ആസ്പെക്റ്റിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Only man has an immortal soul. No woman is a man. Therefore, no woman has an immortal soul. അപ്പം എന്താണ് ഇവിടെ? മെൻ ഹാസ് എൻ ഇമ്മോർട്ടൽ സോൾ, വുമൺ ഈസ് എ മാൻ, ദെർഫോർ നോ വുമൺ ഹാസ് എൻ ഇമ്മോർട്ടൽ സോൾ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ മാൻ വുമണിൻ്റെ ഒരു ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ സോളില്ല എന്ന് പറയുകയാണ്. ഇതിനെ ഇക്യുവക്കേഷൻ എന്നാണ് പറയാം. ഡെഫിനറ്റ്ലി ഇതിൽ ചെറുതായിട്ട് നമുക്കൊരു ഇക്യുവക്കേഷൻ എക്സാക്ട്ലി നമ്മൾ പഠിച്ച ഇക്യുവക്കേഷൻ പോലെയല്ല, എല്ലാത്തൊരു കമ്പാരിസൺ ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ അങ്ങനെ വരുന്ന ചില കൺഫ്യൂഷനിൽ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷനും കൂടി നോക്കിയിട്ടാണ് നമ്മളത് കൺഫേം ചെയ്യുക. ഇതിൽ നമുക്ക് തോന്നും ഒരു ഇക്യുവക്കേഷൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ ഡോഗ്സ്, ബാർക്ക്, ചെറിയ പൂച്ച വലിയ പൂച്ചയെ പോലെ അല്ലല്ലോ എന്ന് ഫീൽ ചെയ്യും. പക്ഷെ സ്ട്രോമാൻ വിഷയം മാറ്റുന്ന ഒരു ആസ്പെക്റ്റ് അവിടെ വരും. നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആസ്പെക്റ്റ് വരുന്നില്ല, വിഷയം മാറ്റുന്ന ആസ്പെക്റ്റും വരുന്നില്ല. ബാൻഡ് വാഗൺ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അതും ആവാനുള്ളൊരു സാധ്യതയില്ല. അപ്പം പിന്നെ ഇക്യുവക്കേഷൻ, അതായത് ചില സമയങ്ങളിൽ വളരെ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ള കേസുകളിൽ ബാക്കിയുള്ള ഓപ്ഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കാറുണ്ട്. സോ ആ ഒരു ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോൾ വി ഹാവ് ഇക്യുവക്കേഷൻ. ഇക്യുവക്കേഷൻ നമ്മൾ പറഞ്ഞു ഇക്വേറ്റ് ചെയ്യുക, ഒന്നിങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട് റിലേറ്റഡ് ആണ് മറ്റൊന്ന് എന്നുള്ളത് പറയുക, ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു ഡോഗ്സ് ബാഗ്സ്, ട്രീ ഹാസ് ബാഗ്, സോ ദെർഫോർ ഡോഗ് ഈസ് എ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ, ക്യാറ്റ് ഈസ് എ ആനിമൽ, സോ ബിഗ് ക്യാറ്റ് ഈസ് എ ബിഗ് ആനിമൽ പോലെയുള്ള ഡിഫറെൻറ്റ് ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മീനിങ്ങൾ ഇക്വേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇക്യുവക്കേഷൻ. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഡൈവേർട്ട് ദ ടോപ്പിക്, വിഷയം മാറ്റുന്നതിനാണ് നമ്മൾ റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്. There is no theoretical principle that cannot put into practice because a theoretical principle is no theoretical principle at all. ഒരട്ടം വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടൂലേ? അങ്ങനെ ഒരു സാധനം വായിച്ചാലേ നിങ്ങൾക്ക് അറിയാം. ഗോഡ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഹി ഡസ് ഗ്രേറ്റ് തിങ്സ്. ആപ്പിൾ ഐഫോൺ ഈസ് ദ ബെസ്റ്റ് ഫോൺ ഇൻ ദ വേൾഡ് ബിക്കോസ് നോബഡി മേക്സ് എ ബെറ്റർ ഐഫോൺ ദാൻ ആപ്പിൾ, ബെറ്റർ ഫോൺ ദാൻ ആപ്പിൾ. അങ്ങനെ ആ സാധനത്ത് പറഞ്ഞ കൺക്ലൂഷനിൽ തന്നെ ആസ്പെക്റ്റിലേക്ക് സംഭവങ്ങൾ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു
സംശയമില്ല. ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഓർ പെറ്റീഷ്യോ പ്രിൻസിപ്പായി. പെറ്റീഷ്യോ പ്രിൻസിപ്പായി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കൺക്ലൂഷൻ ഉണ്ടാവുന്നതാണ്. ഗോഡ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഹി ഡസ് ഗ്രേറ്റ് തിങ്സ്. ഈസ് എ പെറ്റീഷ്യോ പ്രിൻസിപ്പായി. ഗോഡ് ഗ്രേറ്റ് ആണ് കാരണം അദ്ദേഹം ഗ്രേറ്റ് തിങ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. വി ഹാവ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ, പെറ്റീഷ്യോ പ്രിൻസിപ്പായി. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവും. സ്ലിപ്പറി സ്ലോപ്പ് നമ്മൾ ഒരട്ടം പറഞ്ഞു, സ്ട്രോമൻ നമ്മൾ ഒരട്ടം പറഞ്ഞു. ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി ഓർ അപ്രോപ്രിയേറ്റ് അതോറിറ്റി നമ്മൾ പറഞ്ഞു. അതിനെന്തോ ലാറ്റിൻ വേർഡ് നമ്മൾ പറഞ്ഞിരുന്നോ? ഫാലസി ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റിന്റെ ലാറ്റിൻ വേർഡ് എന്താ? ഇനി ആർഗ്യുമെന്റ് മാഡ് വെക്കൻഡി അല്ല, പറഞ്ഞിട്ടുണ്ടോ? വെക്കൻഡിയം തന്നെ, മറ്റേ മിസറിക്കോഡിയം. ഈ ആർഗ്യുമെന്റ് ആഡ് വെക്കൻഡി അല്ലേ. സോ ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി ബൂസ്റ്റ് ആണ് നിങ്ങൾ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത്. വിരാട് കോഹ്ലി ബൂസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതായത് ആരോഗ്യം എന്ന് പറയുന്ന മേ ബി ഡോക്ടർമാരുടെ എക്സ്പേർട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നത് ക്രിക്കറ്റിൽ എക്സ്പേർട്ടുള്ള ഒരാളാണ്. ഇതാണ് ഇൻഅപ്രോപ്രിയേറ്റ് അതോറിറ്റി. ഒരു കാര്യത്തെക്കുറിച്ച് അപ്രോപ്രിയേറ്റ് അല്ലാത്ത അതോറിറ്റി നമ്മളോട് പറയാം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈവൻ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ അഡ്വൈസ് ഒരു ഫിലിം സ്റ്റാർ തരുന്നത് ഒരു ആർഗ്യുമെന്റ് ഇൻഅപ്രോപ്രിയേറ്റ് അതോ പ്രൊവൈഡഡ് ദാറ്റ് ഫിലിം സ്റ്റാർ ഡസൻ ഹാവ് എനി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. റീസെന്റ് കുറെ ഡോക്ടർമാരായ ഫിലിം സ്റ്റാർസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനത്തെ ഒരു അക്കാഡമിക് നോളജോ ഇല്ലാത്ത ഒരാൾ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. സ്ട്രോമാൻ നമ്മൾ പറഞ്ഞു, സ്ലിപ്പറി സ്ലോപ്പ് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് ഫോർ ദ ഡേ നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കാം, അതോടൊപ്പം തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ബാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടി പുതിയ, പെട്ടെന്ന് പറഞ്ഞ് തീർക്കാത്ത എന്താ വെച്ചാൽ കുറച്ചുകൂടി പുതിയ ഫാലസീസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. സോ ഐ വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഈ മെറ്റീരിയലും തരാം കേട്ടോ. ഇതിൻ്റെതായ വേറെ മെറ്റീരിയൽ ഇപ്പം പെട്ടെന്ന് തരണമെന്നില്ല. അടുത്ത ഫാലസീസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫാലസീസ് കൂടിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, നോ ഇഷ്യൂ അറ്റ് ആൾ. പക്ഷേ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ ഈ ഒരു സ്ലൈഡ് ഉണ്ടാവും, ഫാലസി ഓഫ് ഇൻകൺസിസ്റ്റൻസി, ആ രണ്ട് സാധനങ്ങളുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൾ. യാ, വേറെ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. മൂഡ് ആൻഡ് ഫിഗർ ഇപ്രാവശ്യം കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സാധാരണ ചോദിക്കുന്നതിനേക്കാളേറെ സാധാരണ ചോദിക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. റെക്കോർഡഡ് സെഷൻസ് എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണുള്ളത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കൂ. ഫോൾഡറിൻ്റെ പേരെന്താണ്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഓഫീസറിനോടോ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുക കേട്ടോ, മെൻറ്റേഴ്സിനോടൊക്കെ ചോദിക്കുക. ഫസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം അത് ഏത് ഫോൾഡറിലാണെന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഞാൻ എന്താണ് സാറേ അവിടെ പോ. ഫാലസി ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഓപ്ഷൻ ഇട്ടാലോ സാറെന്നോ? അങ്ങനെ നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്താണ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ റെക്കോർഡിങ്സ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന റെക്കോർഡിങ്സ് ഉണ്ട്. PYക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട് ബേസിൽ തിയറി കംപ്ലീറ്റ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാം. പിന്നെ നമ്മൾ ഒരുപാട് റിവിഷൻസ് ഉണ്ടാവും. ഇന്നലത്തെ PYക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അറിയില്ല കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിലും ചോദിക്കുക, എനിക്കറിയില്ല. ഞാനത് ചെയ്യും, പിറ്റേന്ന് ചെയ്യണം. അങ്ങനെയാണ് സിസ്റ്റം ഉള്ളത്. അങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടാത്ത പ്രശ്നങ്ങൾ 1-2 ദിവസം കണ്ട് നിങ്ങൾക്ക് എന്നോട് പറയാം. ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിത്തിങ് എൽസ്? That's it for the time being. We'll be winding up. Obversion conversion ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. ഇങ്ങോട്ട് അവസാനം നിങ്ങളോട് ചോദിക്കും ഇനി നിങ്ങൾക്ക് എന്താ ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ ഇനിയും ഡിസ്കസ് ചെയ്യും. നമുക്ക് സമയമുണ്ട്, ദിവസങ്ങളുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, വിൽ ഡു ദാറ്റ്. ഓക്കെ. പച്ചലവ് ഗെയിം ഇനി എപ്പോഴാണ്? ഇന്ന് 5 മണിക്കൂർ ടോട്ടൽ വായിച്ച ആളുകൾക്ക് ഇന്നേ ദിവസം വെക്കേഷൻ അല്ലേ,
ഒരു പച്ചലവ് ഉണ്ടായിരിക്കുന്നതാണ്. 6 മണിക്കൂർ ടോട്ടൽ വായിച്ച ആളുകൾക്ക് 2 പച്ചലവ്, 7 മണിക്കൂർ ടോട്ടൽ വായിച്ച ആളുകൾക്ക് 3 പച്ചലവ്, 8 മണിക്കൂർ ടോട്ടൽ വായിച്ച ആളുകൾക്ക് ഓക്കെ എത്ര ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 4 പച്ചലവ്, ഓക്കെ 9 മണിക്കൂർ വായിച്ച ആളുകൾക്ക് 5 പച്ചലവ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ രാത്രി നിൽക്കുക എന്നുള്ളത് വാശി പിടിക്കുന്നില്ല. ചിലർ രാവിലെ നേരത്തെ വെച്ച് പഠിക്കുന്നവരുണ്ടാവും. എന്നാലും ഇന്നലെ രാത്രി 12 മണിയിട്ട് കണക്ക് കൂട്ടിക്കോളി കേട്ടോ. ഓക്കെ, കണക്ക് കൂട്ടിക്കോളൂ. ഇനിയിപ്പോൾ ആ ഒരു അനാവശ്യമായിട്ട് നിങ്ങളെല്ലാവരെയും രാത്രി ലേറ്റ് ആവാൻ അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ മനുഷ്യന്മാർ ഓരോരോ പോലെ ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയല്ലോ. പിന്നെ അങ്ങനെ 10, 11, 12 പോകുന്നതിനാണ് കൂട്ടിക്കോളിട്ടോ. ഒന്നിടുന്നാ തുടങ്ങണേ, 5 തുടങ്ങുന്നത് എന്നേ പറഞ്ഞേ. 5 തുടങ്ങണേ. 5 ആയാൽക്ക് 1, പിന്നെ ഓരോരോ മണിക്കൂറിന് ഓരോ പച്ചലവ് എക്സ്ട്രാ ഇന്നത്തെ ദിവസം. ഗോട്ട് ഇറ്റ്? നിങ്ങളൊക്കെ എൻ്റെ നമ്പർക്ക് ഇങ്ങനെ അയച്ചിട്ട് എല്ലാം കൂടി ഒരു ദിവസം തരും. നിങ്ങൾ പേടിക്കണ്ട, ഒക്കെ തന്നിരിക്കും കേട്ടോ. കിട്ടാത്ത പച്ചലവിനെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഞാൻ അവസാനം വിളിക്കും പ്രിപ്പറേഷന് മുമ്പ്. ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ വെളിപ്പെടുന്ന ആർക്കെങ്കിലും പച്ചലവ് കിട്ടാത്തുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടാണ് നിൽക്കും. ഇനി ആർക്കാ കിട്ടാത്ത നമ്പർ വരിയില്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യും. ഇപ്പം ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് യാ ഷഫീഖ് വിൽ ട്രൈ ടു ഡു ദാറ്റ്. Okay, so for the time we will be winding up. Okay, discussing next time. താങ്ക് യു. അപ്പോൾ ആർക്കും ഗുഡ് നൈറ്റ് അല്ല, ആർക്കാണ് മാക്സിമം പച്ചലവ് കിട്ടേണ്ടത് ഓലിങ്ങനെ എടുക്കുക. ഉറങ്ങാൻ ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാലമുണ്ട് കേട്ടോ. ഓക്കെ, KRF ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അനു, നിങ്ങൾ പച്ചലവിൻ്റെ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.